ഇവിടെ എനിക്ക് കുറച്ച് ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അതുകൊണ്ട് സമയമുള്ളവരും ഏവിയേഷനിൽ താല്പര്യമുള്ളവരും മാത്രം ഈ വീഡിയോ ബാക്കി കണ്ടാൽ മതി. ഒരു ഫ്ലൈറ്റിൻ്റെ ആക്സിഡൻ്റാണ്. ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നില്ല, 2 ഫ്ലൈറ്റ്. ഒരു ഫ്ലൈറ്റിൻ്റെ വിങ്സ് മറ്റൊരു ഫ്ലൈറ്റിൻ്റെ വിങ്ലെറ്റിൽ തട്ടി. അപ്പം അതാണ് ആക്സിഡൻറ്റ്. പ്രശ്നം വിങ്ലെറ്റ് കേടായി അല്ലെങ്കിൽ നശിച്ചു, അത് മാറ്റിയാൽ മതി. അപ്പോൾ കുറച്ച് പേര് ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വലിയ റേറ്റൊന്നുമില്ല, ഏതാണ്ടൊരു 30 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയേ ഉള്ളൂ, അത്രയും നന്നാക്കിയാൽ മതിയല്ലോ എന്ന്. നിങ്ങൾ പറഞ്ഞ ആ പാർട്ടിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ അത് അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു പാർട്ട് മാത്രം മാറ്റിയാൽ ഒരു ഫ്ലൈറ്റ് ഓടില്ല. ഇതെല്ലാം മാറ്റിയിട്ട് ഒരു റീസർട്ടിഫിക്കേഷനുണ്ട്. പക്ഷേ അതിനു മുന്നേ ഒരു ഇൻവെസ്റ്റിഗേഷനുണ്ട്. ആ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വരുന്നതിൻ്റെ ചിലവ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിൻ്റെ ചിലവ്, റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിൻ്റെ ചിലവ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ചുമ്മാ ഒരു സാധനം മാറ്റാനാണെങ്കിൽ അത് മെയിൻ്റനൻസ് എഞ്ചിനീയറിന് മാറ്റിയാൽ മതി, അതിന് വലിയ ചിലവൊന്നുമില്ല. ഈ പറഞ്ഞ ഒരു 1 കോടി രൂപയ്ക്കകത്ത് വെച്ച് ഇത് മാറ്റാൻ പറ്റും. പക്ഷേ ഒരു ആക്സിഡൻറ്റ് നടന്നാൽ അങ്ങനെയൊന്നുമല്ല. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരണമെന്നുണ്ട്, പക്ഷേ അതിന് സമയപരിധി കാരണം എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് പറയണേ. ഒരു ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ അത് ആ ഫ്ലൈറ്റിൻ്റെ അടുത്ത ജേർണീസ് എല്ലാം അഫക്റ്റ് ചെയ്യും. ഇതിനെല്ലാം ചിലവുകളുണ്ട്. പിന്നൊരു കാര്യം, ഇത് ആരാണ് ആക്സിഡൻറ്റ് വരുത്തിയത് ആ കമ്പനിയായിരിക്കും മേജറായിട്ട് ഇതിൻ്റെ ചിലവുകൾ വഹിക്കുക, ബാക്കി ഇൻഷുറൻസ് കമ്പനിയുമായിരിക്കും. എങ്ങനെയുണ്ട്?